ഛത്തീസ്ഗഡിൽ നടന്ന മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച മലയാളി ജവാൻ വിഷ്ണുവിൻ്റെ മൃതദേഹം കുടുംബ വീട്ടിൽ എത്തിച്ചിരിക്കുകയാണ്. നിരവധി ആളുകളാണ് ഇവിടെ നന്ദിയോടുള്ള വിഷ്ണുവിൻ്റെ കുടുംബ വീട്ടിൽ വിഷ്ണുവിനെ അവസാനമായി ഒരു വട്ടം കാണാനായി എത്തിയിരിക്കുന്നത്. വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രിയപ്പെട്ട ആളായിരുന്നു വിഷ്ണു. 2 ചെറിയ മക്കളുടെ അച്ഛനായിരുന്നു. 3ഉം 7ഉം വയസ്സുള്ള 2 ആൺമക്കളാണ് വിഷ്ണുവിനുള്ളത്. വളരെ പ്രതീക്ഷയോടെ ജീവിതം കരുപിടിപ്പിക്കാനുള്ള ഒരു യാത്രയിലായിരുന്നു വിഷ്ണു. ഒരുപാട് കാലത്തെ ആഗ്രഹം, ഏതാണ്ട് 10 വർഷത്തിലധികം വിഷ്ണു നെഞ്ചിലേറ്റിക്കൊണ്ട് നടന്ന ഒരു ആഗ്രഹം കഴിഞ്ഞ മാസമാണ് സഫലമായത്, സ്വന്തമായ ഒരു വീട് എന്നുള്ളത്. പക്ഷേ വീടിൻ്റെ പാലുകാച്ച് കഴിഞ്ഞ ഉടൻ തന്നെ വിഷ്ണുവിന് തിരികെ പോകേണ്ടി വന്നു. 2ാമത്തെ മകൻ്റെ എഴുത്തിനിരുത്തടക്കം നടത്തിയ ശേഷം പഠിക്കാനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി നൽകിയ ശേഷമായിരുന്നു വിഷ്ണു തിരികെ ജോലിയിൽ പ്രവേശിച്ചത്. അടുത്ത മാസം 15-ാം തീയതി വീണ്ടും ലീവിന് വരാനിരിക്കെയാണ് വിഷ്ണുവിനെ മരണം കവർന്നെടുത്തത്. നാട്ടുകാർക്കും നാടിനുമൊക്കെ വേണ്ടി ഏറ്റവും മുൻപന്തിയിൽ തന്നെ എല്ലാ കാര്യത്തിനും നിന്നിരുന്ന വിഷ്ണുവിൻ്റെ വിയോഗം വീട്ടുകാരെ പോലെ തന്നെ നാട്ടുകാർക്കും താങ്ങാൻ കഴിയുന്നതിനപ്പുറത്താണ്. അത്തരത്തിൽ വൈകാരികമായുള്ള കാഴ്ചകൾ തന്നെയാണ് ഇവിടെ നിന്ന് കാണുന്നത്. ഇന്ന് പുലർച്ചെ 1:30 വിഷ്ണുവിൻ്റെ മൃതദേഹം തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തിച്ചത്. മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ള ആളുകൾ എത്തിയാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. രാവിലെ വിഷ്ണു സ്വന്തമായി വെച്ച താന്നിമൂട്ടിലെ പനോരമ എന്ന വിഷ്ണുവിൻ്റെ സ്വന്തം വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചിരുന്നു. അവിടെ കുറച്ച് സമയം വെച്ച ശേഷമാണ് ഇപ്പോൾ കുടുംബ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഏതാണ്ട് 6 മണിയോടുകൂടിയാണ് കുടുംബ വീട്ടിലെത്തിച്ചത്. ഒരു അരമണിക്കൂർ കൂടി ഇവിടെ പൊതുദർശനമുണ്ടാകും. ബന്ധുക്കൾക്കും മറ്റ് ഉറ്റവർക്കുമൊക്കെ കാണുവാൻ വേണ്ടിയാണ് കുടുംബ വീട്ടിൽ ഈ പൊതുദർശനം നടത്തുന്നത്. അതിനുശേഷം വിഷ്ണു പഠിച്ച സ്കൂളിൽ പൊതുദർശനമുണ്ടാകും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ നടക്കുക. പാലോട് തന്നെ ശാന്തിതീരം പൊതുശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയാകും സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ നടക്കുക. ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്കാണ് ഛത്തീസ്ഗഡിലുണ്ടായ മാവോയിസ്റ്റ് കുഴിബോംബ് ആക്രമണത്തിൽ വിഷ്ണുവൊപ്പമുണ്ടായിരുന്ന CRPF കോൺസ്റ്റബിളായ ശൈലേന്ദ്രയും വീരമൃത്യു വരിച്ചത്. അതിനുശേഷം ഇന്ന് പുലർച്ചെയോടെയാണ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം വിഷ്ണുവിൻ്റെ മൃതദേഹം ഇവിടെ വീട്ടിലെത്തിച്ചിരിക്കുന്നത്. CRPFിലെ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. CRPF IG അടക്കമുള്ള ആളുകൾ മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. വൈകുന്നേരം ഏതാണ്ട് ഉച്ചതിരിഞ്ഞുള്ള ഒരു സമയത്തായിരിക്കും നിലവിലിപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്.